എല്ലാ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസിനോടും ലാലേട്ടനോടുള്ള ഒക്കെ ഒരു സമീപനം ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുള്ളാണ്. ഒരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരും. ലക്ഷ്മിയും ആദിലയും നൂറയും ഭയങ്കര ഒരു കുഴപ്പമില്ലാതെ ഭയങ്കര സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. വേറൊരാളെ ജയിപ്പിക്കാൻ വേണ്ടി, വേറൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് വോട്ട് കൊടുക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ജിൻഡോ വിൻ ചെയ്തു. അപ്പോൾ ഷാജി പാപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കിപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ബിഗ് ബോസ് വിശേഷങ്ങളാവാം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ശ്രുതി ചേച്ചി നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ ശ്രുതി ചേച്ചി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചേച്ചി, നമുക്കിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒപ്പോണൻ്റ് മീൻസ് ഒരു ക്യാരക്ടറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ആരായിട്ട്? അവിടെ കുറച്ചധികം ആൾക്കാരുണ്ട് സ്ട്രോങ്. അനീഷ് ഭയങ്കര സ്ട്രോങ് ആണ്, അനുമോള് സ്ട്രോങ് ആണ്, നൂറ ആദില രണ്ടുപേരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. പിന്നെ അത് സ്ട്രോങ് ആയിട്ട് എനിക്ക് ആര്യൻ ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. ആര്യനെ ഇപ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചി, ഇപ്പോൾ ആദിലയും പിന്നെ ഷാനവാസും തമ്മിൽ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഇപ്പോൾ ആ ഒരു ഫൈറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടില്ല. അതിൻ്റെ പ്രൊമോയിലായിരുന്നു ഇങ്ങനെ എന്തോ അടി ഉണ്ടായി എന്നുള്ളത്. അതെനിക്കറിയത്തില്ല. എപ്പിസോഡ് കാണാത്ത കാര്യം എന്താണെന്നറിയില്ലല്ലോ. പിന്നെ അവർ ഹൗസല്ലേ, ഒരു വീട്ടിലങ്ങനെ നിൽക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും എന്താ പറയുക, വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അല്ലാതെ അത് പേഴ്സണലി അവരങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അവരുടെ ബോണ്ടിനെ ഒന്നും എഫക്റ്റ് ആവില്ല എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നൂറയും ആദിലയും ഇവർക്ക് ഇപ്പോൾ എന്താ പറയുക, ഇവർക്ക് മീൻസ് ഇവർ അത്യാവശ്യം നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഇവരിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം അവരുടെ സ്ട്രാറ്റജി, അതായത് ഗെയിം കളിക്കുന്നതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ ഇങ്ങനെ ഡിഫറൻസ് ആയിട്ട് വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ആദിലേൻ്റെ സ്ട്രാറ്റജി ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ടെന്ന് ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ഈ ആദിലേൻ്റെ സ്ട്രാറ്റജി നെഗറ്റീവായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്? ആദില സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. ആദില അങ്ങനെയാണ്. ഇപ്പോൾ ആദിലയുടെ ടോണൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടുന്നതാണോ അങ്ങനെയൊക്കെ തോന്നും, ഇറിറ്റേഷനൊക്കെ തോന്നും. പക്ഷേ നോർമലി ആദില അങ്ങനെയാണ്. ഇപ്പോൾ ഞാനും അങ്ങനത്തെ ഒരാളാണ്. അതായത് ഞാൻ എന്തെങ്കിലും സ്നേഹത്തോടെ പറയുന്നതിലൊരു ദേഷ്യ ടോൺ കയറി വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പുറത്ത് കാണുമ്പോൾ ഒരു ഭയങ്കര ദേഷ്യം, ഭയങ്കര ഒരു അൺഫെയർ പോലെയൊക്കെ തോന്നും. പേഴ്സണലി എനിക്കും അതിലിടെ ഒരു ചില സമയത്ത് അനീഷിനോടുള്ള അല്ലെങ്കിൽ ഷാനവാസിനോടൊക്കെ ഉള്ളൊരു ദേഷ്യം, ചിലപ്പോൾ അനുമോളോടുള്ള അതൊക്കെ കാണുമ്പോൾ ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല പേഴ്സണലി. പക്ഷെ കമ്പാരിറ്റീവ്ലി നൂറയുടെ ആ ഒരു ബിഹേവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൂറ് ഭയങ്കര പൊളൈറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്. ആദിലയുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന നേരത്ത് ഭയങ്കര കൂളായിട്ട് ആദിലയുടെ അടുത്തെങ്കിലും ബേബി എന്ന് വിളിച്ചിട്ട് ഭയങ്കര കാമാക്കുന്നതൊക്കെ അതൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ബിന്നി എവിക്റ്റായി പോയല്ലോ. അപ്പോൾ ഈ ഒരു ബിന്നീൻ്റെ എവിക്ഷൻ അതൊരു കൃത്യമായിട്ടുള്ള സമയത്താണ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടോ ബിന്നീൻ്റെ എവിക്ഷൻ വന്നത്? ഒരിക്കലും ഇല്ല. കാരണം ബിന്നി എത്രയോ നേരത്തെ പോകേണ്ട ആളാണ്. ബിന്നി ഒരു മൂന്നാമത്തെ ആഴ്ചയിലൊക്കെ പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ്. ആ കണ്ടസ്റ്റൻ്റ് ഇത്രയും നാൾ നിന്നത് തന്നെ ബിന്നിക്ക് ഭയങ്കര വലിയ ബോണസാണ്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പി ആറിൻ്റെ, അതായത് കണ്ടസ്റ്റൻസ് പി ആർ ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പി ആർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റ് അവർ ജയിക്കാൻ വേണ്ടി പി ആർ ചെയ്യുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് അത് നല്ലൊരു സ്ട്രാറ്റജി ആയി തോന്നിയിട്ടുണ്ടോ? അത് ഓപ്പണായിട്ട് പറഞ്ഞതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം അനുമോൾ അത് ഓപ്പണായിട്ട് പറഞ്ഞതുകൊണ്ടാണ് പുറത്ത് ഇത്രയും വലിയ ഇഷ്യൂ ഒക്കെ ഇപ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് അതൊരു TV ഷോ ആകുമ്പോൾ പി ആർ വെച്ച് ലാസ്റ്റ് നിമിഷം വരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പി ആർ ഒക്കെ വേണ്ടി വരും. സോ അവിടെ ഇപ്പം നിൽക്കുന്ന എല്ലാവരും പി ആർ ഒക്കെ ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. അതവിടെ ആ ഒരു ഡിസ്കഷൻ അവിടെ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചേച്ചിക്ക് ഇനിയിപ്പോൾ ആര് ടോപ്പ് 5-ലെത്തും, അല്ലാന്നുണ്ടെങ്കിൽ ആര് വിന്നറാവുമെന്ന് ചേച്ചിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ചേച്ചി ആഗ്രഹിക്കുന്ന ഒരാൾക്കാർ അത് ആരായിരിക്കും? ഞാൻ ആഗ്രഹിക്കുന്നത് നൂറ വിൻ ചെയ്യണം, നൂറ അല്ലെങ്കിൽ ആദില വിൻ ചെയ്യണം എന്നാണ്. പക്ഷേ അത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി വിൻ ചെയ്യാൻ പോകുന്നത് അനീഷ് അല്ലെങ്കിൽ അനുമോളായിരിക്കും. ഈ ഇപ്പോഴത്തെ വോട്ടിങ്ങിൻ്റെ ഒരു ഇതനുസരിച്ച് അനീഷ് അല്ലെങ്കിൽ അനുമോൾ അങ്ങനെയായിരിക്കും. പിന്നെ ടോപ്പ് 5 എന്ന് പറയുമ്പോൾ അനീഷ് ഉണ്ടാവും, അനു ഉണ്ടാവും, നൂറ ഉണ്ടാവും, ഷാനവാസ് ഉണ്ടാവും, ആര്യൻ ഉണ്ടാവും, പിന്നെ ഒരാൾ കൂടി മേ ബി ഇത് ലക്ഷ്മിയൊക്കെ ആയിരിക്കും. ലക്ഷ്മിയോ പിന്നെ ആരാ പറയാൻ പറ്റുക, സാബുമോൻ, മേ ബി സാബുമോനായിരിക്കും മിക്കവാറും. നെവിന് മേ ബി നെക്സ്റ്റ് വീക്ക് എവിക്റ്റ് ആവും. അപ്പോൾ പിന്നെ ഒരാൾ കൂടി എവിക്റ്റ് ആവും, 1-2 ആൾക്കാർ കൂടി. 10 പേരുണ്ടല്ലോ, പിന്നെ 4 പേര് എന്തായാലും
3 ആഴ്ച കൊണ്ട് 4 പേര് എവിക്റ്റ് ആകും. ഈ ആഴ്ച 6 പേരെ ഇതിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരാളെ ഈ ആഴ്ച ഔട്ടാകാൻ ചാൻസ് ഉള്ളൂ. അത് മേ ബി നെവിനായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എൻ്റെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, എനിക്കൊരു കാര്യം പറയാനുള്ളത്, അതായത് വേറൊരാളെ ജയിപ്പിക്കാൻ വേണ്ടി, വേറൊരാളെ തോപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് വോട്ട് കൊടുക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ജിൻഡോ വിൻ ചെയ്ത പോലെ ജാസ്മിനെ പേർപ്പസ്ഫുള്ളി ജാസ്മിൻ വിൻ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത് ജിൻഡോനെ ജയിപ്പിച്ചു. അത് ഭയങ്കര അൺഫെയറാണ്. അതുപോലെ ഇത്തവണ ഉണ്ടാവരുത്. ഇത്തവണ അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല, എന്നാലും അത് ഭയങ്കര മോശമാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കുക, അല്ലാതെ ഒരാളുടെ ഇഷ്ടക്കേട് കാണിക്കാൻ വേണ്ടി വേറൊരാൾക്ക് വോട്ട് ചെയ്ത് കയറ്റേണ്ട കാര്യമില്ല. ബിഗ് ബോസ് അത്യാവശ്യം നന്നായിട്ട് കാണുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ഈ സീസണ് എങ്ങനെയുണ്ട്? കഴിഞ്ഞ സീസണിൽ ബെറ്റർ ആണോ അതോ അതിനെക്കാട്ടിലും വേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്? കുറച്ച് ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല, കണ്ടസ്റ്റൻസിന് ബിഗ് ബോസിനോടും ലാലേട്ടനോടുള്ള ഒക്കെ ഒരു സമീപനം ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുള്ളാണ്. ഒരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരും. പണ്ടൊക്കെ സീസണിലൊക്കെ ഭയങ്കര ലാലേട്ടൻ എന്തെങ്കിലും പറയുമ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ട് പേടിച്ചൊക്കെയാണ് ഇരുന്നിരുന്നത്. ഇപ്പം അതൊന്നും ഇല്ല. ഭയങ്കര ആർക്കും ഒരു വില കൊടുക്കാത്ത പോലെ. പിന്നെ കണ്ടസ്റ്റൻസ് വെറുതെ കിടന്ന് കച്ചറ ഉണ്ടാക്കുക, തെറി വിളിക്കുക, അതൊക്കെ ഭയങ്കര അൺനെസസറി ആയിട്ട് തോന്നാറുണ്ട്. സീസണിലെ പ്ലേയേഴ്സ് അവരുടെ പ്ലേയിങ് മീൻസ് പഴയ സീസണുകളിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സീസണിലെ പ്ലേയേഴ്സ് എങ്ങനെയാണ്, അവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെ തോന്നിയിട്ടുള്ളത്? പ്ലെയേഴ്സൊക്കെ നല്ല പ്ലെയേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ അവരുടെ ഈ ഒരു ലാലേട്ടനോടും ബിഗ് ബോസിനോടുള്ള ഒരു സമീപനം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ബാക്കിയെല്ലാം കൊടുക്കുന്ന ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തുടക്കമൊക്കെ നല്ല ടാസ്ക് കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. ബിഗ് ബോസ് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ പിന്നെ ഈ ടാസ്കൊക്കെ ഭയങ്കര ബോറായി തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ക്യാപ്റ്റൻസി ടാസ്കൊക്കെ ഭയങ്കര ബോറായിരുന്നു. അപ്പോൾ ബോറാകുന്നുണ്ട്. പിന്നെ അവിടുത്തെ കണ്ടസ്റ്റൻസ് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, ടാസ്ക് മനസ്സിലാക്കി കളിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ നൂറയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കില്ല ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു പ്ലെയർ ആരാണെന്ന്. അപ്പോൾ അതാരായിരിക്കും? എനിക്ക് ഇഷ്ടപ്പെടാത്ത പ്ലെയർ ഓൾറെഡി വന്ന അതേ വീക്ക് തന്നെ തിരിച്ചു പോയി, മസ്താനിയായിരുന്നു. വേറെ ഇപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്ത കണ്ടെന്ന് ലക്ഷ്മീനെ പേഴ്സണലി എനിക്ക് ചില നിലപാടുകൾ കാരണം ഇഷ്ടമില്ല. പക്ഷെ അവിടെ ലക്ഷ്മിയും ആദിലയും നൂറയും ഒരു കുഴപ്പമില്ലാതെ ഭയങ്കര സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പുറത്ത് അങ്ങനെ വെറുതെ കിടന്ന് അടിയുണ്ടാക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ ഒരുമിച്ചുണ്ടാവും. കണ്ടസ്റ്റൻസ് ആണ്. അവരുടെ ബിഗ് ബോസ് ഹൗസിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വരുമ്പോൾ അവർ ഭയങ്കര കൂട്ടായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി വന്ന ശ്രുതി ചേച്ചിക്ക് ഞാൻ വലിയൊരു നന്ദി പറയുകയാണ്.